നമസ്കാരം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം ചാരവശാൽ മാറുന്നത്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് ഗ്രഹനിലയിൽ ഇടവൻ രാശിയിലാണ്. ഇനി അത് മിഥുനത്തിലേക്കാണ് മാറുന്നത്. അപ്പോൾ വ്യാഴം മാറുമ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ മെയ്യിൽ, അതായത് മാർച്ച് ലാസ്റ്റോടുകൂടി, മാർച്ച് 28-ാം തീയതി കഴിഞ്ഞപ്പോൾ ശനി മാറിയതിൻ്റെ ഒരു ഗുണദോഷങ്ങൾ നമ്മളെ പൊതുവായിട്ട് എല്ലാ നക്ഷത്രക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ ശനിമാറ്റം കൊണ്ട് ദോഷ ഫലങ്ങൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ കണ്ടകശനിയോ ഏഴരശനിയോ ഒക്കെ ബാധിച്ച പലരെയും ഈ വ്യാഴമാറ്റം കുറേ ഗുണകരമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വ്യാഴം മാറുന്നത് 2025 മെയ് 14-ന് ഉദയാൽ 41 നാഴിക 14 വിനാഴിക ഉള്ളപ്പോഴാണ്. അപ്പോൾ വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ പൊതുവിൽ ഇപ്പോൾ നമ്മുടെ ഈ ജ്യോതിഷ ഫലപ്രവചനങ്ങൾ നോക്കിയാൽ അറിയാം, നമുക്ക് മിക്കവാറും ഓരോ ഗ്രഹമാറ്റത്തിന്, അതായത് ശനിമാറ്റമായിരുന്നാലും വ്യാഴമാറ്റമായിരുന്നാലും ഇനിയിപ്പോൾ ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ രാഹുകേതുക്കൾ മാറുന്നുണ്ട്. ഇവരെല്ലാം മാറ്റം വരുമ്പോൾ പലരും പറയുന്നു ചില കൂറുകാർ, ചില നക്ഷത്രക്കാർ ഭയങ്കരമായി രക്ഷപ്പെടും, ഭയങ്കര അത്ഭുതങ്ങൾ സംഭവിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വ്യാഴം മാറുന്നു, വളരെ അത്ഭുതകരമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ നിന്നൊരു ചേഞ്ച് വരും. അതുപോലെ തന്നെ ചില കൂറുകാരെ സംബന്ധിച്ച്, ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് കുറച്ച് അനിഷ്ടങ്ങൾ വരാനുള്ള സാധ്യത വരുമെന്നല്ല, അവരുടെ ദശാപകാരങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്ലാനറ്ററി പൊസിഷനിൽ വ്യാഴം നല്ല പൊസിഷനിലൊക്കെ ആണെങ്കിൽ വലിയ ദോഷം ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാരവശാൽ വ്യാഴം മാറുന്നു. അതുപോലെ തന്നെ തൊട്ട് മുമ്പ് ശനി മാറി. ഇതൊന്നും ഒരു വലിയ പിന്നെ എന്താ പറയുക, ജീവിതത്തിൽ ഒരു വലിയ കടുത്ത ദോഷം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നിലവിലുള്ള അവസ്ഥകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇത് തന്നെയാണ് എപ്പോഴും ഏത് ഗ്രഹമാറ്റം കൊണ്ടും വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി വ്യാഴമാറ്റത്തിൽ മിഥുനക്കൂറിനെയാണ് പറയുന്നത്. മിഥുനക്കൂറെന്ന് പറയുമ്പോൾ മകയിരത്തിൻ്റെ 2-3 പാദങ്ങൾ, തിരുവാതിര, പിന്നെ പുണർതത്തിൻ്റെ 3/4. അപ്പോൾ ഈ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴമാറ്റം, വ്യാഴം ജന്മത്തിലേക്കായതുകൊണ്ട് വലിയ ദോഷം ചെയ്യില്ല. പ്രത്യേകിച്ച് ശാരീരികമായിട്ട് രോഗമുക്തിയും നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാക്കും. മാനസിക വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് കുറച്ചുകൂടി അതിൽ നിന്ന് മുക്തിയും മാനസിക സന്തോഷമൊക്കെ കിട്ടും. പക്ഷേ വ്യാഴം വലിയ ഗുണം ചെയ്യത്തില്ല. വ്യാഴം നമ്മളെ ജന്മലഗ്നത്തിലേക്ക് വന്നതുകൊണ്ട് വലിയ ഗുണം ചെയ്യത്തില്ല. എന്നാലും 7ഉം 10ഉം ഭാവാധിപത്യം ഉള്ളത് കൊണ്ട് നമുക്ക് ജോലിക്ക് ശ്രമിച്ചാൽ പുതിയ ജോലി കിട്ടാം. അതുകൊണ്ട് നിലവിലുള്ള ജോലി മാറി വരാൻ ശ്രമിച്ചാൽ അത് നടക്കും. അതുപോലെ തന്നെ നമ്മുടെ വിവാഹം, ഇഷ്ടപ്പെട്ട വിവാഹം, അതുപോലെ തന്നെ നമ്മളെ നിലവിൽ ദമ്പതിമാർ അകന്നിരുന്നെങ്കിൽ അവർ വീണ്ടും അടുക്കാൻ, ഇങ്ങനെയൊക്കെ. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ പിന്നെ ദമ്പതിമാർ തമ്മിൽ വലിയ അകൽച്ചയിൽ വന്ന് വേർപിരിയുന്നൊരവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾ ശ്രമിച്ചാൽ തമ്മിൽ പറഞ്ഞ് ഒരു നല്ല അവസ്ഥയിൽ നിങ്ങൾ യോജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. അപ്പം ഈ വ്യക്തി വൈരാഗ്യങ്ങളും ശത്രുതയൊക്കെ അകലുന്നൊരു കാലഘട്ടമാണ്. മാത്രമല്ല നമുക്ക് ധനപരമായിട്ട് ഈ പറഞ്ഞ പോലെ വളരെ വലിയ അത്ഭുതങ്ങളും സംഭവിച്ചില്ലെങ്കിലും ചെറിയ ചെറിയ ധനപരമായ പുഷ്ടി ഉണ്ടാവുകയും നമ്മളെ കടബാധ്യതകളൊക്കെ കുറേശ്ശെ തീർന്നു വരികയും ചെയ്യും. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ധനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ധനപരമായ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ, അതായത് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ധനലോസ്, അതായത് നമ്മളിൽ നിന്ന് അപ്രതീക്ഷിതമായി ധനം നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒപ്പം തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ പഠിക്കാൻ നല്ല സമയമാണ്. പഠിച്ചാൽ അതിൽ വിജയവും പുതിയ ഉപരിപഠനമോ ജോലിയോ ഒക്കെ നേടാൻ കഴിയുന്ന സമയമാണ്. സർക്കാർ പരമായിട്ട് നമ്മൾ എന്തെങ്കിലും ലോണിനോ അല്ലെങ്കിൽ സർക്കാർ നിന്നുള്ള ആനുകൂല്യങ്ങൾക്കോ ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും നിങ്ങളുടെ ജാതകാൽ സർക്കാർ ജോലിക്ക് യോഗമുണ്ടെങ്കിൽ അത് ലഭിക്കാൻ കഴിയുന്ന സമയമാണ്. അതുപോലെ തന്നെ നല്ല ഭക്ഷണസുഖത്തിനും ശയനസുഖത്തിനും ഒക്കെയുള്ള അവസരങ്ങളുണ്ടായി വരും.
അതുപോലെ തന്നെ നമ്മൾ പഠനത്തിലായാലും ശരി, മറ്റുള്ള ബിസിനസ്സിലായിരുന്നാലും ശരി, നമുക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ലാഭങ്ങളും ഗുണങ്ങളും ഉണ്ടാവും. പക്ഷേ കഠിനാധ്വാനം വേണ്ടി വരും. നമ്മൾ അലസത മാത്രം മാറ്റി വയ്ക്കേണ്ടി വരും. ബന്ധുക്കളുമായിട്ട്, അകന്നിരുന്ന ബന്ധുക്കളുമായിട്ടായിരുന്നാലും, കുറേ നാളായിട്ട് നമുക്ക് പിണങ്ങിയിരുന്ന ബന്ധുക്കളുമായിട്ടായിരുന്നാലും, ഇനി നമുക്ക് നേരിട്ട് കാണാൻ പറ്റായിരുന്നു വിദേശത്തോ, പിന്നെ ഒരുപാട് നാളായി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ബന്ധുക്കളെയൊക്കെ വീണ്ടും കാണാനും അവരുമായിട്ട് സന്തോഷം പങ്കുവയ്ക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ കൈവരും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചതോ പണ്ട് നമ്മളെ വളരെയധികം ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത സുഹൃത്ത് അപ്രതീക്ഷിതമായി നമ്മളെ തിരക്കി വരികയും അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വരാനൊക്കെ ഉള്ള അനുകൂല സമയമാണിത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജന്മത്തിലേക്ക് വ്യാഴം വരുമ്പോൾ നമ്മളെ 10ൽ കർമ്മസ്ഥാനത്ത് നമ്മുടെ ശനിയും കൂടെ നിൽക്കുകയാണെന്നൊരു ഓർമ്മ വേണം. 4ൽ കേതുവാണ്. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുക. അതായത് തീരുമാന വൈകല്യം വരാതെ സൂക്ഷിക്കുക. നമ്മളെടുക്കുന്ന തീരുമാനം പിന്നീട് അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിക്കാൻ വരാതെ നമ്മൾ പലവട്ടം ആലോചിച്ച്, നല്ല ബുദ്ധിയുള്ള നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് വേണം എന്ത് പ്രധാന കാര്യങ്ങളും തീരുമാനിക്കാൻ. അതുപോലെ തന്നെ ജോലിയിൽ മേലധികാരികളിൽ നിന്ന് താക്കീത് വരാതെ സൂക്ഷിക്കണം. നമ്മളെ ജോലികളിൽ കുറച്ച് അശ്രദ്ധ വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ തന്നെ വിവാഹ തടസ്സം വരാൻ സാധ്യതയുണ്ട്. വിഷമിക്കേണ്ട, അത് മാറി വിവാഹത്തിലേക്ക് എത്തും നിങ്ങൾ. കാരണം വളരെ വൈകാതെ തന്നെ ഒരു രാഹുകേതു മാറുന്നുണ്ട്. ഒരു ജൂൺ കഴിയുമ്പോൾ മാറും. അപ്പോൾ ജൂലൈയോടുകൂടി നിങ്ങൾക്ക് ഈ വിവാഹ തടസ്സവും അങ്ങോട്ട് മാറി വിവാഹത്തിലേക്ക് എത്തി. ഇപ്പോൾ തൽക്കാലം തടസ്സങ്ങളുണ്ടാവും. പിന്നെ പൊതുരംഗത്ത് നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, അതായത് രാഷ്ട്രീയപരമായിട്ടോ കലാരംഗത്തോ നിങ്ങളൊരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ വളരെ പൊതുവായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളാണെങ്കിൽ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. വിവാദം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്ന ആൾക്കാർ, അവരിൽ നിന്ന് നമുക്ക് ചതി വരാതെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ കേസ്, തർക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കടുംപിടുത്തം പിടിക്കരുത്. കുറച്ച് വിട്ടുവീഴ്ച നല്ലതാണ്. കാരണം ഇപ്പം നിങ്ങൾക്കത് ദോഷം ചെയ്യാത്ത രീതിയിൽ അകന്നു പോകാവുന്ന സമയത്ത് നമ്മൾ വാശി വേണ്ട. ഒരു കാര്യങ്ങൾക്കും വാശിയും പകയും വെച്ച് പിടിക്കരുത്. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിലൊരു മാറ്റത്തിന് ഗുണം ചെയ്യുന്ന സമയമാണ്. അതുപോലെ തന്നെ പുതിയ കുറേ സൗഹൃദങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് ഓൺലൈൻ വഴിയായിരുന്നാലും അല്ലാതെയും. അതുവഴി ചതി വരാതെ സൂക്ഷിക്കുക. സൗഹൃദങ്ങൾ വളരെ നമ്മൾ ഒബ്സർവ് ചെയ്ത് വേണ്ടത് മാത്രം നിലനിർത്തുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. എങ്കിലും കർമ്മപരമായിട്ട്, അതായത് ബിസിനസ്സിലോ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിലോ ഒക്കെ വളരെ ഉയർച്ചയും അഭിവൃദ്ധിയും വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്തണം. വ്യാഴം നിങ്ങൾക്കിപ്പോൾ വലിയ ഗുണവും ചെയ്യില്ലെങ്കിൽ ദോഷം ചെയ്യത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം ദൈവാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോയാൽ, വിഷ്ണുപ്രീതിയും ചാമുണ്ഡി പ്രീതിയും വരുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഉയർച്ച, ഹനുമാൻ പ്രീതി വരുത്തുന്നത് നിങ്ങൾക്ക് കർമ്മത്തിലും ഒരു ഉയർച്ചയ്ക്ക് ഗുണം ചെയ്യും. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യട്ടെ. അപ്പോൾ വ്യാഴമാറ്റത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ഈ വ്യാഴം മാറുമ്പോൾ അതിൽ ഏതൊക്കെ കൂറുകാരെയാണ് ഇത് കൂടുതൽ ഗുണകരമായിട്ടോ അല്ലെങ്കിൽ ദോഷകരമായിട്ടോ ബാധിക്കുന്നു നമ്മൾ നോക്കണം. അപ്പം ഏതൊക്കെ കൂറെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, മേടം കൂറ്, വ്യാഴമാറ്റം ഏറ്റവും കൂടുതൽ കുറച്ച് അനിഷ്ടം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു കൂറുകാർ മേടക്കൂറുകാരാണ്. കാരണം വ്യാഴം 3, 6, 8, 12 പോകുമ്പോഴാണ് വ്യാഴത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം മാറുന്നത് 3ാം സ്ഥാനത്തേക്കാണ്. ഒപ്പം 7ര ശനിയും കൂടിയുണ്ട്. അവർക്ക് 7ര ശനിയെപ്പോലെ തന്നെ 12ൽ സർപ്പനുമുള്ള സമയമാണ്. മാത്രമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 6ാം ഭാവത്തിൽ കേതുവും കൂടെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒരു എന്ത് പറയാൻ, ഈ വ്യാഴമാറ്റം കൊണ്ട് 2ൽ നിന്ന് 3ലേക്ക് മാറുന്നതുകൊണ്ട് മേടക്കൂറുകാരെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക കാലുകാരെയാണ് കുറച്ച് കൂടുതൽ അനിഷ്ടമായി ബാധിക്കാവുന്നത്. ബാക്കി എല്ലാവർക്കും, അതായത് 5, 9 ഭാവങ്ങളിലേക്ക് മാറുന്നവർക്കും 11ലേക്ക് മാറുന്നവർക്കൊക്കെ വളരെ ഗുണം ചെയ്യുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായത്, അതായത് വ്യാഴം ഒരിക്കലും ഗുണം ചെയ്തില്ലെങ്കിൽ ദോഷം ചെയ്യില്ല.
എന്നർത്ഥം. ഒരു ബ്രാഹ്മണ ഗ്രഹമാണ്. സർവേശ്വരകാരകൻ എന്ന് പറയുന്നത് നമുക്ക് ദൈവാധീനം തരുന്നത് ഈ വ്യാഴഗ്രഹമാണ്. സന്താനങ്ങളെയും സന്താനങ്ങളുടെ അഭിവൃദ്ധിയെയും തരുന്ന വ്യാഴഗ്രഹമാണ്. കരിയർ വൈസ് ആയിരുന്നാലും ധനപരമായിട്ടായിരിക്കും നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും തരേണ്ടത് വ്യാഴമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കൂടുതൽ വിശേഷങ്ങൾ അറിയണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ അവസാനം എൻ്റെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും. അതിൽ വാട്സപ്പ് ഉണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ തയ്യാറായിരിക്കും. നമസ്തേ.